എന്താ പേര്? ശാരിക. എവിടെ വീട്? ആലപ്പുഴ. മനുഷ്യരോട് ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല. മൃഗങ്ങളോട്, ഏത് മൃഗത്തിനോട്, ഏത് പക്ഷിയോടും ചോദിച്ചാൽ മതി ഞാൻ ആരാണെന്ന്. പക്ഷെ മൃഗങ്ങളും മറ്റവരൊന്നും കഞ്ചാവ് അടിക്കില്ലല്ലോ. അവരോട് ചോദിച്ചാൽ ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നിങ്ങളുടെ പാർട്ട്ണർ, സ്പൗസ്, നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാണ്? അവര് നിങ്ങളോടൊപ്പം ആണോ? ഇല്ല, അവരൊക്കെ ഇട്ടിട്ട് പോയി. അതായത് അവര് മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലേ? പിന്നെ എനിക്കില്ലാണ്ടായി പോയൊരു സപ്പോർട്ടായിരുന്നു. എല്ലാരും എന്നെ പ്രാന്തൻ, പൊട്ടൻ, കിളി ഇതൊക്കെ വിളിച്ച് കളിയാക്കിയിട്ടുള്ളു, ഉപദ്രവിച്ചിട്ടുള്ള മനുഷ്യര്. മൂത്താക്ക് 8 വയസ്സായി, അയാളെ സ്കൂളിലൊന്നും വിട്ടിട്ടില്ല. ഇളയാക്ക് 3 വയസ്സ്, പിന്നെ മൂന്നാമത്തൊക്കെ 2 വയസ്സ്. സ്കൂളിലൊന്നും വിടൂല, വീട്ടിൽ തന്നെ. അത് സ്കൂളിൽ വിടാത്ത? സ്കൂളിലൊക്കെ വിട്ട എങ്ങനെ വിടാനാണ്? സീനാണ്. താങ്കൾക്ക് മനുഷ്യരോട് മനുഷ്യരോട് പെരുമാറുന്ന എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണോ? മുഖത്ത് നോക്കി അഹങ്കാരികളാണ്. താങ്കളെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട യുവതിയായ എന്റെ തെറ്റില്ലല്ലേ? ഞാൻ നിങ്ങളെ അഹങ്കാരി എന്ന് പറഞ്ഞപ്പോ അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ നിങ്ങളല്ലേ ആദ്യം എന്നെ അഹങ്കാരി എന്ന് പറഞ്ഞത്. യേശുക്രിസ്തുവിന് മുടിയില്ലേ, താടിയില്ലേ? ഇപ്പൊ പരമശിവൻ പാമ്പിനെ കയറ്റി വേണ്ടി നിങ്ങൾ പറഞ്ഞു പ്രാന്തം മഞ്ഞ്. കഞ്ചാവ് ലഹരിയല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചീരയും ക്യാബേജ് ഒക്കെ കഴിക്കോ? അപ്പൊ അത് ലഹരിയല്ലേ? ഇത്രയും കഞ്ചാവ് നിർത്താൻ പാടില്ല ഇതെന്ന് നിങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാൻ പാടില്ലേ? ക്യാൻസർ വെച്ച് കഴിക്കണം, സിഗരറ്റും പിന്നെ മദ്യവും കുടുംബമൊക്കെ നശിപ്പിക്കണം, അത് നിർത്താൻ പറയാൻ നിങ്ങൾക്ക് പറയാൻ പാടില്ലേ? ഞാനെല്ലാം നഷ്ടപ്പെട്ടവനാണ്, ഞാൻ ഇഷ്ടപ്പെട്ടതെല്ലാം എന്റെ ജോലി. പക്ഷെ ഇഷ്ടപ്പെട്ടത് നേടിയെടുക്കുമ്പോഴാണ് നമ്മൾ വിന്നർ ആവുള്ളൂ. ഇനി എനിക്ക് വിന്നർ വേണ്ട, ലൂസർ വേണ്ട. ഐ ജസ്റ്റ് വാണ്ട് ടു ലിവ് ടിൽ മൈ ലാസ്റ്റ് ബ്രീത്ത്. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. യു ആർ വാച്ചിങ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റ് പവർഡ് ബൈ ഹാർവിയോറ. ഇന്ന് നമ്മളോടൊപ്പം ഹോട്ട് സീറ്റിൽ ശ്രീ മട്ടാഞ്ചേരി മാർട്ടിൻ. നമസ്കാരം. നമസ്കാരം. താങ്കളുടെ യഥാർത്ഥ പേരെന്താണ്? ഫ്രാൻസിസ് ലിവനോസ്റ്റിൻ. പിന്നെ എന്താണ് എല്ലാവരും മട്ടാഞ്ചേരി മാർട്ടിൻ മട്ടാഞ്ചേരി മാർട്ടിൻ? എനിക്ക് ആ പരിപാടി കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത് ആ പേര്. നായകൻ എന്ന് പറഞ്ഞ പരിപാടി. നായകനിൽ ശരിക്കും ഗസ്റ്റ് റോൾ ആയിട്ടായിരുന്നു? ഗസ്റ്റ് റോൾ ആയിരുന്നു എനിക്ക്. അതിലാണ് മട്ടാഞ്ചേരി മാർട്ടിൻ ആയിട്ട്. സ്വന്തം പേരിൽ അറിയപ്പെടുന്നതാണോ ഈ പേരിൽ അറിയപ്പെടുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അറിയപ്പെടുന്ന ഇഷ്ടമല്ല. അറിയപ്പെടുന്ന ഇഷ്ടമല്ല അല്ല. എന്താണ് താങ്കളുടെ ലുക്ക് തന്നെ? നോർമൽ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിന്റെ ലുക്ക് അല്ല, കണ്ടാൽ ഏതൊരു ഓഷോയുടെ ഒക്കെ ലുക്കിലാണ് താങ്കൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ സെലിബ്രിറ്റി എന്നാണ് സാധാരണ വിളിക്കുക. ആർട്ടിസ്റ്റ് വേണ്ട, അങ്ങനെ വിളിക്കണ്ട. ഓക്കെ, ശരി. അപ്പൊ എങ്ങനെ വിളിക്കണം സാറിനെ? ഞാൻ തന്നെ സ്കൂളിൽ പോയിട്ടില്ല, പിന്നെ എന്നെ സാറന്ന് എന്താണ് ചെയ്ത് സാറിനൊക്കെ വിളിക്കണം. ഒരു മാനേഴ്സ് ഒക്കെ കാണിക്കണ്ടേ? സാറിനൊന്നും വിളിക്കണ്ട. സാറിന് വിളിക്കുന്ന മാനേഴ്സ് കേടാണോ? ബ്രോ എന്നോ അല്ലെ മച്ചാനെ വിളിക്കാതെ സാറിനൊക്കെ വിളിക്കണേ. അയ്യോ, അതൊക്കെ തെറ്റാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലായിരുന്നു. സാറ്, മാഡം അതിന്റെ പുറത്തിറങ്ങി തല്ലേ. അപ്പൊ ശരിക്കും മാർട്ടിൻ എന്താണ് വിളിക്കേണ്ടത്? എന്നെ എന്തെങ്കിലും വിളിച്ചാൽ മതി. ബ്രോ എന്ന് വിളിച്ചാൽ മതി? എന്ത് വേണേലും വിളിച്ചോ. നിങ്ങൾക്ക് എന്തായാലും ഒരു പേര് വിളിക്കണ്ടേ? അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ മാർട്ടിൻ എന്ന് വിളിക്കാം. മട്ടാഞ്ചേരി മാർട്ടിൻ, എല്ലാരും വിളിക്കുന്ന പേര് തന്നെ വിളിക്കാം. ശരിക്കും മട്ടാഞ്ചേരിയിലാണോ സ്ഥലം? എന്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണ്. സൗദി. സൗദി കേൾക്കുമ്പോ നിങ്ങൾ ആയിരിക്കും അറബിക്കാരുടെയും ഈന്തപ്പഴത്തിന്റെയും സൗദിയാണെന്ന്. അല്ല, ഇത് ചാളയുടെയും അയിലയുടെയും ചെമ്മീനുടെയും ഒക്കെ സൗദി. ഞങ്ങളുടെ സൗദി, കടപ്പുറക്കാരുടെ സൗദി. പിന്നെ എങ്ങനെയാണ് മട്ടാഞ്ചേരി മാർട്ടിൻ എന്ന പേര്? മട്ടാഞ്ചേരി എങ്ങനെ വന്നു? ഫോർട്ട് കൊച്ചിക്കാരൻ എങ്ങനെ മട്ടാഞ്ചേരി അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ്? അങ്ങനെ നെയ്ബേഴ്സ് അല്ലേ, ഒരു കരയിൽ തന്നെ കിടക്കണവരല്ലേ. ഈ മട്ടാഞ്ചേരി മാർട്ടിൻ താങ്കൾ ഗുണ്ടയാണോ? കണ്ടിട്ടെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കേട്ടതുപോലെ തോന്നി. ഒരു ഗുണ്ടാ പരിവേഷം കണ്ടിട്ടിപ്പോ ചെറിയൊരു ഗുണ്ടാ ലുക്കൊക്കെ ഉള്ള പോലാണ്. അപ്പൊ യേശുക്രിസ്തു ഇപ്പൊ വന്നത് നിങ്ങൾ പറയില്ല മുഴുഗുണ്ടാണെന്ന്? കാരണം പുള്ളിക്ക് താടിയും മുടിയും നല്ലോണം. മനുഷ്യന്റെ യേശുക്രിസ്തു ഇങ്ങനെയാണോ തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നത്? തൊപ്പിയൊക്കെ യേശുക്രിസ്തുവിന് മുടിയില്ലേ, താടിയില്ലേ? ഇപ്പൊ പരമശിവൻ പാമ്പിനെ കയറ്റി വേണ്ടി നിങ്ങൾ പറയില്ലേ പ്രാന്തം മഞ്ഞ് പ്രച്ഛന്നോത്സവത്തിന് പോണ ആള് പിന്നെന്ന് പറയും. ആരെയും ലുക്കില് ജഡ്ജ്. അപ്പൊ താങ്കൾ ദൈവമാണെന്നാണ് പറയുന്നത്? ഐ ആം നോട്ട് എ ഗോഡ്. ആരെയും ലുക്കിൽ ജഡ്ജ്. താങ്കൾ കമ്പയർ ചെയ്യുന്നത് മുഴുവൻ, അതായത് സിമിലാരിറ്റീസ് പറയുന്നത് മുഴുവനും ദൈവങ്ങളെയാണ്. എല്ലാവർക്കും ഭയമുള്ള പരമശിവൻ, എല്ലാവർക്കും ബഹുമാനവും ഭയമുള്ള അവരെയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ. താങ്കളോട് ബഹുമാനമാണോ ഭയമാണോ ആൾക്കാർക്ക്? അത് ആൾക്കാരോട് ചോദിക്കേണ്ടിവരും. ഞാൻ ആരോടും ചോദിക്കാറില്ല. ചോദിക്കാറില്ല. താങ്കളുടെ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പൊതു കുട്ടികളൊക്കെ അടുത്തുകൂടി സംസാരിക്കാൻ വരാറുണ്ടോ? അതോ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ സെലിബ്രിറ്റി അല്ലെന്ന് പറഞ്ഞല്ലോ, ഞാൻ ആർട്ടിസ്റ്റ് ആണെന്നാണല്ലോ. ആർട്ടിസ്റ്റ് ആണ്. പിന്നെ വരാറില്ലേ? ഓക്കെ. നിങ്ങളെ കാണുമ്പോ ആരും വരാറില്ല?
എന്നെ കാണുമ്പോൾ ആൾക്കാർ വരാറുണ്ട്. ശാരീരികം ഓടിക്കോ ഓടിക്കോ എന്നും പറഞ്ഞു പോയിരിക്കും അല്ലേ? ഇല്ല, എന്നെ കാണുമ്പോൾ അങ്ങനെ ആ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളൊരു പ്രോഗ്രാമിന് വന്നിരിക്കുമ്പോഴും നമ്മളിങ്ങനെ ഒരു ധാർഷ്ട്യത്തിലാണോ സംസാരിക്കുക? എപ്പോഴും ഒരു അഹങ്കാര ഭാവം ഉണ്ടോ? ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും വിനയമല്ലേ വേണ്ടത്? ഞാനായിട്ടാ ജീവിക്കുന്നത്. അതിൽ അഹങ്കാരവും ഇല്ല, വിനയവും ഒന്നുമില്ല. അതിന് ഞാൻ മാത്രമാണ്. അഹങ്കാരമായിട്ട് തോന്നിയോ? അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഈ മുഖത്തൊക്കെ ടാറ്റു ചെയ്തിട്ടുണ്ടല്ലേ? അപ്പടി തോന്നിയോ നിനക്ക്? എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് മുഖത്ത്? അത് പച്ചമമ്മ. പച്ചമമ്മ പച്ചമമ്മ എന്ന് പറഞ്ഞാ പച്ച എന്ന് പറഞ്ഞാ എറുത്തെന്ന അർത്ഥം. ഭൂമി. മമ്മ എന്ന് പറഞ്ഞ അമ്മ. ഭൂമി എന്ന അമ്മ. ഞാൻ വിശ്വസിക്കുന്നത് ഭൂമി എന്ന അമ്മയിലാണ്. എന്റെ ദൈവവും എന്റെ മതവുമായിട്ട് ഞാൻ കാണുന്നത് ഭൂമിയാണ്. ശരിക്കും പറഞ്ഞാൽ താങ്കൾ ശരിക്കും ഇപ്പൊ താമസിക്കുന്ന എവിടെ? ഫോർട്ട് കൊച്ചിയിലാണോ? ഫോർട്ട് കൊച്ചി, സൗദി. പക്ഷെ ഇപ്പൊ ഫോർട്ട് കൊച്ചിയിൽ ജീവിക്കുന്ന പോയിട്ട്, ഒരു സിറ്റി ജീവിക്കുന്ന പോയിട്ട്, ഒരു ഗ്രാമപ്രദേശത്ത് പോലും ജീവിക്കുന്ന ഒരു ലുക്ക് അല്ലല്ലോ താങ്കളെ കാണുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ വേറെ ഏതോ ഒരു കാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു ലുക്കാണ് ഇപ്പൊ താങ്കൾ. അല്ല ഈ എന്താ പറയുക, അല്ല അങ്ങനെ ഞാൻ കാട്ടിപ്പോയതിനെ കുറിച്ചല്ല പറഞ്ഞത്, താങ്കളുടെ ലുക്കിനെ കുറിച്ച് പറഞ്ഞതാണ്. നോർമലി തൊപ്പിയില്ല, അവര് ചിലപ്പോ മറ്റേ ഈ പനയുടെ തൊപ്പിയൊക്കെ വെക്കാറുണ്ടല്ലോ ഈ കാട്ടിലുള്ളവരൊക്കെ. അവര് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ട്രൈബാണ്. അങ്ങനെയാണ്. കടലും എല്ലാം അമ്മയാണ്, ഭൂമി. അത് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. താങ്കളുടെ ആഹാരശീലങ്ങളൊക്കെ എങ്ങനെയാണ്? ചോറും ചാളക്കറിയും കഴിക്കാറുണ്ടോ? ഇല്ല, മാറ്റി വെക്കും. മദ്യപിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ കഞ്ചാവ് അടിക്കാറുണ്ടോ? നല്ലപോലെ 24 മണിക്കൂറും വലിക്കും. കുറച്ച് നാൾ മുമ്പ് പോലീസ് കേസിലൊക്കെ പെട്ടായിരുന്നല്ലോ. ജയിലിലും പെട്ടായിരുന്നു. താങ്കൾ ഈ ആർട്ടിസ്റ്റുകൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് കഞ്ചാവ് അടിക്കുന്നവരെ എഴുത്തുകാരാണ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളാണെന്നൊക്കെ. അപ്പൊ ഇപ്പൊ അങ്ങനെ ആരും പറഞ്ഞു കേൾക്കാറില്ല. എല്ലാവരും അത്യാവശ്യം ദുശീലങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുന്ന രീതിയായിട്ടാ. അത് കാണിച്ചു കൊടുത്തുള്ള അവസാനം എന്താണെന്ന്. അല്ല, താങ്കൾ പറഞ്ഞല്ലോ ഭൂമിയോട് ചേർന്നാണ് ജീവിക്കുന്നത്, പ്രകൃതിയോട് ഇണങ്ങി ചെയ്യുന്നു, ഭൂമിയെ ദേവിയായിട്ട് കാണുന്നു. അപ്പോൾ താങ്കൾ നമ്മുടെ നാട്ടിലെ യുവജനങ്ങളെ എങ്ങനെയാ കാണുന്നത്? ഓരോ ആത്മാക്കളായിട്ട്. അപ്പൊ പുകഞ്ഞു പൊയ്ക്കോട്ടെ എന്നാണ് കഞ്ചാവ് അടിച്ചവര്? ഓരോ ആത്മാക്കളായിട്ടാണ് ഞാൻ സ്പിരിച്വലി ഞാൻ എല്ലാരെയും, നിങ്ങളെയും തന്നെ ഒരു പെണ്ണാത്മാവ്, ബാക്കിയല്ല ഒരു ആണാത്മാവായിട്ടാണ് ഞാൻ എല്ലാരെയും കാണുന്നു. ഈവൻ ഒരു പട്ടി വന്നാലും പൂച്ച വന്നാലും ഒരു കൊതുക് വന്നാലും എല്ലാത്തിനെയും ഞാൻ ഒരു ആത്മാവായിട്ടാണ്. ആത്മാവായിട്ട്. അപ്പൊ താങ്കൾ ആത്മാക്കളുടെ കൂടെ സഞ്ചരിക്കുന്നതായിട്ടാണോ കണക്കാക്കുന്നത്? മനുഷ്യരായിട്ട് അവരെ കണ്ടിട്ടില്ല, എല്ലാവർക്കും ആത്മാവ് മാത്രമേ ഉള്ളതാണ് ചിന്തിക്കുന്നത്. ആത്മാവുള്ളതുകൊണ്ടല്ലേ അവർ ജീവനോടിക്കുന്നത്. അത് ശരിയാണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആത്മാവേ വാ എന്നല്ലല്ലോ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാവെന്ന് കൂട്ടിച്ചേർത്തല്ലോ. നമ്മൾ മനുഷ്യരായിട്ട് കണ്ടിട്ടില്ല, അവരുടെ ഓരോ രീതികൾ ആത്മാവായിട്ടല്ലോ കാണുന്നത്. എന്റെ സ്വഭാവത്തിൽ എന്ത് അഹങ്കാരമാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഷൂ നോക്ക്, അഹങ്കരിക്കണ ഷൂ ആണ് ഏറ്റുണ്ട് വന്നേക്കണത്. അടിപൊളി. അതെന്താന്ന് പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നിയത്? തന്റെ കണ്ണ് നിറച്ച അഹങ്കാരത്തിന്റെ സൃഷ്ടിയായതുകൊണ്ടാണ്. ഞാൻ അഹങ്കാരിയാണെന്നാണ് പറയുന്നത്. താങ്കൾക്ക് നോർമലി മനുഷ്യരോട് പെരുമാറുന്ന എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണോ? മുഖത്ത് നോക്കി അഹങ്കാരികളാണ്. താങ്കളെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട യുവതിയായ എന്റെ തെറ്റില്ലല്ലേ? ഞാൻ നിങ്ങളെ അഹങ്കാരി എന്ന് പറഞ്ഞപ്പോ അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ നിങ്ങളല്ലേ ആദ്യം എന്നെ അഹങ്കാരി എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നിയെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ആരെയും ജഡ്ജ് ചെയ്യരുത്. ജഡ്ജ്മെന്റൽ ആകെ നമ്മൾ ജഡ്ജ് ചെയ്താലേ പറ്റൂ. നമ്മളെ ജഡ്ജിങ് ഇപ്പൊ തന്നെ അങ്ങനെ ജഡ്ജ് ചെയ്ത് ജീവിതത്തിൽ ഒരുപാട് കിട്ടും. അപ്പൊ മാർട്ടിൻ ആരെയും ജഡ്ജ് ചെയ്യാറില്ലേ? ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാറില്ല. ബിക്കോസ് ഐ ആം നോൺ. അപ്പൊ ഞാൻ എന്റെ കണ്ണുകളിൽ അഹങ്കാരം കണ്ടെന്ന് പറഞ്ഞതോ? അപ്പൊ എന്നെ ജഡ്ജ് ചെയ്തിട്ടില്ല. അത് ഞാൻ ജഡ്ജ് ചെയ്തല്ല, നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു നോക്കിയതാണ്. അപ്പൊ നിങ്ങൾ കൈ കഴുകി. നിങ്ങൾക്ക് സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പൊതുവെ സമൂഹത്തിൽ ആത്മാക്കളായ സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എല്ലാ സ്ത്രീകളെ കുറിച്ചും എനിക്ക് അഭിപ്രായം സ്ത്രീകളാണ്, അത്രയുള്ള അഭിപ്രായം. അപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ, സ്പൗസ്, നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാണ്? അവര് നിങ്ങളോടൊപ്പം ആണോ? ഇല്ല, അവരൊക്കെ ഇട്ടിട്ട് പോയി. അതെന്താണോ? ആത്മാവിന്റെ കൂടിയിട്ടാണോ അവർ ഇട്ടിട്ട് പോയത്? ആത്മാവ് ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെ കൊണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണോ അവർ ഇട്ടിട്ട് പോയത്? അതുകൊണ്ടായിരിക്കുള്ളൂ. നിങ്ങൾ പ്രണയ വിവാഹമായിരുന്നില്ലേ? അവര് നമ്മുടെ ഏത് നാട്ടുകാരിയാണ്? ക്രൊയേഷ്യനാണ്, ഫോറിനർ ആണ്. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരത്തി നിങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസിന്റെ ഒരു സ്റ്റോറി എങ്ങനെയായിരുന്നു? നിങ്ങൾ കണ്ടുമുട്ടിയതൊക്കെ എങ്ങനെയാണ്? കണ്ടുമുട്ടിയ 2017
ബിനാലയുടെ ഇനോഗ്രേഷന് അവള് ഷീസ് ഓൾസോ ആൻ ആർട്ടിസ്റ്റ്. ഇനോഗ്രേഷന് ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഒരു ഇസ്രായേലി ഫ്രണ്ടും കൂടി അന്ന് കഥകളി തൊട്ട് കുച്ചിപ്പൊടി എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും പാവാടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വെച്ചത് ഡാൻസ് കളിക്കാനൊക്കെ. അപ്പോൾ അവൾ അങ്ങനെ വന്ന് പരിചയപ്പെട്ട് പിന്നെ അവളെൻ്റെ കടയിൽ, ഞാനപ്പോൾ അവിടെ ഒരു ചായക്കടയിൽ വർക്ക് ചെയ്യണമായിരുന്നു, റെസ്റ്റോറൻറ്റിൽ ആൾക്കാരെയൊക്കെ വിളിച്ചേറ്റാൻ വേണ്ടി. പിന്നെ എൻ്റെ കടയിൽ എപ്പോഴും വരുമായിരുന്നു. അങ്ങനെ വി ഷെയർ അവർ സോൾസ്, and we fall in love. 3 years we are in love. എല്ലാ 3 മാസവും അവൾ എന്നെ കാണാൻ വേണ്ടി വരുമായിരുന്നു. പിന്നെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവള് കല്യാണം കഴിച്ച് എന്നെ അങ്ങാടി കൊണ്ടുപോയി. 3 കൊല്ലം ജീവിച്ച് അത് കഴിഞ്ഞപ്പോൾ ഡിവോഴ്സായി. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു. എന്തായിരുന്നു അങ്ങനെ ഇത്രയും അടുത്ത് ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകളിലും വാക്കുകളിലും അവരോടുള്ള ഒരു ഇഷ്ടം തുളുമ്പുന്നുണ്ട്. അതായത് അവരെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അല്ലേ, താങ്കൾക്ക്? പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സോൾമേറ്റ് ആയിട്ട് ഒരാളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് എത്തേണ്ട കാര്യം എന്തായിരുന്നു? അതറിയില്ല, അതവരുടെ ജീവിതം. താങ്കൾ ചോദിച്ചിട്ടില്ലേ? No, I don't want to judge anyone. I don't want to. Now I'm just looking for my peace, I don't have any dreams. I don't want to fight. I don't want to argue. I just looking for my peace, എന്നിട്ട് ആ പീസ് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? മനുഷ്യരുടെ കൂടെ ഇരിക്കുമ്പോൾ സാധിക്കുന്നില്ല. When I'm in wild, when I'm in with some animals, I feel that. എന്തിലൂടെയാണ് ശരിക്കും സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നത്? എന്തൊക്കെയാണ് സമാധാനം കണ്ടെത്താൻ വേണ്ടി താങ്കൾ ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്യാറില്ല. ഒന്നും ചെയ്യാറില്ല. I do meditate. മെഡിറ്റേറ്റ്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സമാധാനത്തിന്റെ ഒരു പാതയാണെന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ലഹരി ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാറില്ല. അപ്പൊ കഞ്ചാവ് ലഹരിയല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചീരയും ക്യാബേജ് ഒക്കെ കഴിക്കോ? കഴിക്കും. അപ്പൊ അത് ലഹരിയല്ലേ? അത് നമുക്കൊരിക്കലും നമ്മളെ എന്താ ലഹരി എന്ന് പറയാൻ പാടില്ലാത്ത എന്താണ്? ഞാൻ ചോദിക്കട്ടെ, കഞ്ചാവും ചീരയും ക്യാബേജും ഒക്കെ പോലത്തെ ഒരു ചെടി തന്നെയാണ്. പിന്നെ അതിനെ പോയിട്ട് ലഹരി? കഞ്ചാവും ചീരയും കഴിച്ചാൽ നമുക്ക് സുഖമായിട്ട് നടക്കാം, ഇങ്ങനെ ബോധതലത്തിൽ പോകത്തില്ല, ആരും ഉപദ്രവിക്കുക. വലിച്ചു നോക്കിട്ട് പറ, നിന്നെ എന്ത് വർത്താ നോക്കി പറയണ? കഞ്ചാവ് ലഹരി വസ്തുവായിട്ട് തന്നെ നടക്കണം. പിന്നെ എന്തിനാ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തത്? ബിക്കോസ് അവർക്ക് അതെന്താണെന്ന് അറിയില്ല. ഭഗവാൻ ശിവന്റെ മൂല്യാണത്, മനസ്സിലായ? അത് ഇറ്റ്സ് എ മെഡിസിൻ മാം. സത്യത്തിൽ ഞാൻ മാർട്ടിനെ ഇതിലൂടെ സംസാരിപ്പിച്ചിരുന്നത് പിന്തിരിപ്പിക്കാമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ശരിക്കും ഞാൻ താങ്കൾ അതിലേക്ക് എത്തുന്നത്. അതിനുവേണ്ടിയാണ് വിളിപ്പിച്ചത് അല്ലെങ്കിൽ വിളിച്ചത്. പക്ഷെ താങ്കൾ കഞ്ചാവ് ഒരു പറയുന്നത് ഒരു വലിയ വിശിഷ്ട വസ്തുവായിട്ടാണ്. ഹോളി പ്ലാന്റ് എങ്കിൽ പിന്നെ അത് പള്ളിയിലും അമ്പലത്തിലും ഒക്കെ വെക്കണ്ടേ? ഹോളി പ്ലാന്റ് ആണ്. അമ്പലത്തിലുണ്ടല്ലോ, ശിവ അമ്പലത്തിൽ. എവിടെയാണ് കഞ്ചാവ്? കേദാർനാഥ്, ബദ്രിനാഥ്. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ കഴിഞ്ഞ നിങ്ങളെ ഈ പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്തത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഞ്ചാവ് അല്ലെങ്കിൽ ആ പ്രായപൂർത്തിയാകാത്ത എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിട്ടുള്ള ടോക്സ് ഒക്കെ പുറത്തായിരുന്നല്ലോ, അവരോട് സംസാരിക്കുന്നതൊക്കെ. അപ്പൊ അവരോട് ഈ കഞ്ചാവ് കിട്ടണമെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ചെല്ലണമെന്നൊക്കെ നിങ്ങൾ ഉപദേശിക്കുന്നതായിട്ട് കേട്ടിരുന്നു. ഞാൻ പറഞ്ഞ അവരോട് നല്ല കഞ്ചാവ് വലിക്കണമെങ്കിൽ എനിക്ക് അവിടെ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് നല്ല കഞ്ചാവ് വലിക്കണ സഹോദരങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കഞ്ചാവ് കിട്ടും. വെറുതെ കെമിക്കലും ഇതൊക്കെ ഇട്ട കഞ്ചാവ് വലിക്കണ്ടെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞത്. അതിന് കുറെ പേര് എന്നെ ക്രൂശിലേറ്റിയായിരുന്നു. നിങ്ങൾ ഇനിയും വീണ്ടും അത് തന്നെ ചോദിച്ചു എന്നെ ക്രൂശിലേറ്റണം. ശരിക്കും നിങ്ങൾ ഈ കഞ്ചാവ് ഉപയോഗം നിർത്തണം. അതൊരു നല്ല ശീലമല്ല. നിങ്ങളെ പൈസ മേടിച്ചിട്ടാണ് കഞ്ചാവ് മേടിച്ചത്? അല്ല, അങ്ങനെ ആരും എന്നോട് പൈസ മേടിച്ചിട്ടല്ലല്ലോ ലഹരി ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊരു നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലേ, ആ ആർട്ടിസ്റ്റ് കേരള ജനതയ്ക്ക് പ്രയോജനപ്പെടണ്ടേ? അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ കഞ്ചാവ് വലിച്ച് സ്വയം നശിക്കുന്നത്? കഞ്ചാവ് വലിച്ച് നശിക്കുന്ന ആരാവണം? കഞ്ചാവ് വലിച്ച് മരിച്ച കഞ്ചാവ് വലിച്ച് രോഗം വന്ന ഏതെങ്കിലും ഒരു വ്യക്തിനെ കാണിച്ചു തരാൻ പറ്റുമോ എനിക്ക്? ആ നിമിഷം ഞാൻ നിർത്തും കഞ്ചാവ്. കഞ്ചാവ് വലിച്ച് ആരും മരിച്ചിട്ടില്ല. ആരാ മരിച്ച? അതൊരു പുതിയ അറിവാണ്. കഞ്ചാവ് വലിച്ച് കള്ളു കുടിച്ച് മരിച്ചിട്ടുണ്ട്, സിഗരറ്റ് വലിച്ച് മരിച്ചിട്ടുണ്ട്. അത് രണ്ടും ലീഗലി. നിങ്ങൾക്ക് അതിനെതിരെ പറയാനൊന്നുമില്ലേ? ഇപ്പൊ തന്നെ മെഡിക്കൽ കോളേജിൽ നമുക്ക് പോയി, നമ്മൾ അപ്പുറത്തെ ഹോസ്പിറ്റലുണ്ട്, പോയി പരിശോധിച്ചാലും നിങ്ങൾക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കരൾ ഇല്ലായിരിക്കും നിങ്ങൾക്ക്. ഹൃദയം ഉണ്ടാവൂല, മനസ്സിലായ? നിങ്ങൾ പറഞ്ഞ പോലെ മറ്റുള്ളവരോട് പറഞ്ഞില്ല, ആത്മാക്കളാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നോട് പറഞ്ഞില്ലേ ഇത്രയും കഞ്ചാവ് നിർത്താൻ പാടില്ല ഇതെന്ന്? നിങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാൻ പാടില്ലേ? ക്യാൻസർ വെച്ച് കഴിക്കണ സിഗരറ്റും പിന്നെ മദ്യവും കുടുംബമൊക്കെ നശിപ്പിക്കണം, അത് നിർത്താൻ പറയാൻ നിങ്ങൾക്ക് പറയാൻ പാടില്ലേ? എന്നെ തന്നെ തേടി പിടിച്ചിട്ട് ഇങ്ങനെ ചൊറിയാനുള്ള ചൊറിഞ്ഞതല്ല, ഞാൻ താങ്കളുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുളിക്കരുതെന്നോ ഇതാകരുതെന്നോ അല്ല പറഞ്ഞത്. എന്റെ നന്മക്ക് വേണ്ടി ആരും ഉണ്ടാക്കണ്ട, അത് ഞാൻ ജീവിച്ചോളാം. പക്ഷെ നിങ്ങളെ നമുക്ക് വേണം, കേരള സമൂഹത്തിന് വേണം ഒരു ആർട്ടിസ്റ്റ് ആയിട്ട്. നിങ്ങൾ ടാലന്റ് ഷോയിലൊക്കെ പങ്കെടുത്ത ആളല്ലേ, എത്ര ഗ്രേസ്ഫുൾ ആയിട്ടാണ് നിങ്ങൾ ഡാൻസ് ചെയ്തതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞെ, അപ്പൊ ഞാനായിട്ട് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ഞാനായിട്ട്
അല്ല, നിങ്ങൾ ചെറുപ്പം തൊട്ടേ കഞ്ചാവ് വലിക്കുമായിരുന്നോ? 11 വയസ്സ് തൊട്ട്. 11 വയസ്സ് തൊട്ട്. ശരിക്കും എന്താണ് മാർട്ടിൽ കണ്ടെത്തുന്നത്? ഒരു ആർട്ടിസ്റ്റ് എന്ന നില നമ്മൾ പറയും ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ്, ചിലർ ചിത്രം വരയ്ക്കും, പാട്ട് പാടും. എന്താണ് ശരിക്കും മാർട്ടിന്റെ കഴിവ്? I am a dancer. ഡാൻസർ. I do rap and I do acting also. ഞാൻ റാപ്പ് ഷോയിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കണ്ടിരുന്നു, നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇനിയും കുറെ വരുന്ന തലമുറയ്ക്ക് അത് കുറെ കൂടെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഡാൻസ് ടാലന്റ് ഷോയിലൊക്കെ ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം മാർട്ടിന് കഞ്ചാവൊക്കെ അടിച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്താ പറയുക പുകഞ്ഞ് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ യുവതലമുറയ്ക്ക് ഒരു പ്രയോജനം ആർട്ടിസ്റ്റിനെ കൊണ്ട് വേണ്ടേ? വേറെ ആർക്ക് വേണ്ടിയല്ലെങ്കിലും. ഞാൻ ആരാണെന്ന് എന്താണെന്ന് അറിയണമെങ്കിലേ മനുഷ്യരോട് ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല. മൃഗങ്ങളോട്, ഏത് മൃഗത്തിനോട്, ഏത് പക്ഷിനോടും ചോദിച്ചാൽ മതി ഞാൻ ആരാണെന്ന്. പക്ഷെ അവർക്ക് സംസാരിക്കാൻ പറ്റില്ലല്ല. പക്ഷെ മൃഗങ്ങളും മറ്റവരൊന്നും കഞ്ചാവ് അടിക്കില്ലല്ലോ. അവരോട് ചോദിച്ചാൽ ഞാൻ ആരാണെന്ന് മനസ്സിലായ. അത്ര ആഴത്തിലേക്ക് സ്പിരിച്വലി വരുമ്പോ പോയി ചോദിച്ചാൽ മതി കേട്ടാ പെങ്ങള്. ശരി, എന്താണ് ഈ കഴിവ് പറഞ്ഞല്ലോ, ഡാൻസ്, പാട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ട്. നല്ലൊരു പാട്ട് പാടാമോ നമുക്ക് വേണ്ടിയിട്ട്? ഇത് ഞാൻ എന്നെ കുറിച്ച് തന്നെ എഴുതിയ പാട്ടാണ്. കേട്ടോക്കെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യും. ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, ഞാൻ തെരുവിൽ ഒരു കലാകാരനാണ്. എനിക്കില്ലാണ്ടായിപ്പോയൊരു സപ്പോർട്ടായിരുന്നു. എല്ലാവരും എന്നെ പ്രാന്തൻ, പൊട്ടൻ, കിളി ഇതൊക്കെ വിളിച്ച് കളിയാക്കിയിട്ടുള്ളത്, ഉപദ്രവിച്ചിട്ടുള്ളത് എന്നെ മനുഷ്യര്. മനസ്സിലായില്ലേ? ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്നൊരു ആർട്ടിസ്റ്റാണ്. ഞാനിപ്പോൾ പാട്ടുകൾ എഴുതും, പാടും. അതിനൊക്കെ കിളിയില്ലാത്തവണ്ണൊക്കെ വിളിച്ചാൽ കളിയാക്കണം. എന്തു പറയാനും, മനുഷ്യരല്ലേ അല്ലേ? मेरे लाइफ में मेरे को बोल दिया तेरे लाइफ को पीछे मत देखो बेटा क्योंकि तेरे मन में काली याद है वो याद से मन दर्द होता है എൻ മനമേ എന്നുടെ മനമേ ഞാൻ ഒരു കഥയുടെ പൊരുൾ പറയാം ഞാൻ കരയും ഓരോ നാളിലും എൻ വേദന അലിഞ്ഞു തുടങ്ങി ഞാൻ ചിരിക്കും ഓരോ നാളിലും എൻ വേദന കരഞ്ഞു തുടങ്ങി നിഴലാട്ടക്ക നാട്ടക്കമാടി എൻ ജന്മം മുന്നോട്ട്. അത്ര മതിയില്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള സോങ് തന്നെ. അപ്പൊ ഇതുപോലുള്ള കുറേയധികം സോങ്ങുകൾ, കുറേയധികം റാപ്പുകൾ, 5-6 പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആരും സഹായിക്കാനൊന്നുമില്ല, എന്റെ വീട്ടിൽ കൊടുക്കാനൊന്നുമില്ല. ഞങ്ങൾ അന്ന് ജീവിച്ചു പോണ ഒരു കുടുംബമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ റിയലി ഐ ആം സ്ട്രഗ്ലിംഗ് ഫോർ ലിവിങ് ഓൾസോ, യുനോ. അതെന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു കാരണം കൂടെ അതൊരു മൂല കാരണമല്ലേ? കഞ്ചാവ് അഡിക്റ്റ്. കഞ്ചാവ് അടിച്ചിട്ടൊന്നുമല്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് കഞ്ചാവ് എന്താണെന്ന് അറിയില്ല. നിങ്ങൾ കഞ്ചാവിന്റെ ഇത് വിട്ടേക്ക്. നിങ്ങൾക്ക് കഞ്ചാവ് എന്താണെന്ന് അറിയില്ല. നിങ്ങളും ഈ സമൂഹം സോഷ്യൽ മീഡിയയും കേട്ടിട്ട് നിങ്ങൾ കഞ്ചാവ് എന്താണെന്ന് തർക്കിക്കാൻ പറഞ്ഞിരുന്നു. എനിക്ക് അതിനോട് താല്പര്യമില്ല. കഞ്ചാവിന്റെ ഇത് വിട്ടേക്ക്. രാഷ്ട്രീയം, നമ്മുടെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ താങ്കൾ സംസാരിക്കും. താങ്കൾക്കൊരു നിലപാട്, രാഷ്ട്രീയത്തിന്റെ നിലപാട് ഉള്ള ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. താങ്കളുടെ നിലപാടുകൾ എന്താണ് നമ്മുടെ രാഷ്ട്രീയത്തെ കുറിച്ച്, നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തെ കുറിച്ച്? എനിക്ക് ഒരു നിലപാടുമില്ല രാഷ്ട്രീയം. എനിക്ക് രാഷ്ട്രീയം, ഞാൻ അങ്ങനെ രാഷ്ട്രീയത്തിനൊന്നുമില്ല. പക്ഷെ എനിക്ക് ചില വ്യക്തികളെയൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷേ താങ്കളുടെ റാപ്പ് സോങ്ങുകളിലൂടെയൊക്കെ രാഷ്ട്രീയം പറയാറുണ്ടല്ലോ. ഇല്ലല്ലോ. എപ്പോ പറഞ്ഞ? പാട്ടുകളിലൂടെയൊക്കെ ചില കുത്തുകളും പറഞ്ഞ ഒരു വരി പറഞ്ഞ. എന്താണ് താങ്കളുടെ മനസ്സിൽ മുന്നോട്ടുള്ള പ്ലാൻ എന്താണ്? ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾക്ക് ഒരു സിനിമാ നടനാകണമെന്ന് ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്ന മനുഷ്യൻ, സിനിമയിൽ കയറണമെന്നുള്ള നായികൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്കല്ലേ താങ്കൾ വരുന്നത്? അതിൽ വന്ന മിക്കവർക്കും അതിൽ പങ്കെടുത്തവർക്കും ഒക്കെ ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാരും, ഞാൻ പറഞ്ഞില്ലേ, എല്ലാരും കഞ്ചാവലിക്കണ ഒരു ഒറ്റ പ്രശ്നത്തിലാണ് എല്ലാരും പുറം തള്ളിക്കളഞ്ഞത്. താങ്കളുടെ സ്വരത്തിനോട് ഒരു സ്വരത്തിന്റെ നമ്മുടെ നടൻ വിനായകന്റെ ഒരു സൗണ്ടിന്റെ സിമിലാരിറ്റി താങ്കളുടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കളുടെ ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? വിനായകനാണ്. ഓക്കെ, വിനായകനാണോ ഈ സിനിമ? അദ്ദേഹത്തെ എന്താണ് ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം? Because he don't act, he just live that character. ആ ക്യാരക്ടറായിട്ട് ജീവിക്കണം. അതുകൊണ്ട്. താങ്കൾ വിനായകനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഇല്ല, കണ്ടിട്ടില്ല. വിനായകൻ ഇതിലൂടെ താങ്കളെ കാണുമെങ്കിൽ തീർച്ചയായിട്ടും അത് നേരിട്ട് താങ്കളെ കാണട്ടെ, അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടാവട്ടെ നമുക്ക് ആശംസിക്കാം. എന്തായാലും ആരെയും കോണ്ടാക്ട് ഒന്നും ഓഡീഷൻസ് ഒന്നും പോവാറില്ലേ? ഞാൻ ഇപ്പൊ പോവാറില്ല. വേറെ ഒന്നുമല്ല, എല്ലാരും എന്നെ വിളിച്ച് കളിയാക്കണേ. പിന്നെ എന്തിനാ ഞാൻ പോയിട്ട്? ഞാൻ ഇപ്പൊ ഇങ്ങനൊന്നും പോവാറില്ല. ഓഡീഷൻസ് പെർഫോം ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഓഡീഷൻസ് താങ്കൾ എന്താണ് പെർഫോം ചെയ്യുന്നത്? അവർ താങ്കൾ ചോദിക്കുന്നത് എന്താണ്? അവിടെ മിമിക്ക് കാണിക്കാനാണോ അതോ ഡാൻസ് ആണോ? ഗുണ്ടയിട്ടൊക്കെ അഭിനയിക്കാൻ പറയും. തീർച്ചയായിട്ടും താങ്കൾക്ക് പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? പേടിപ്പിക്കാൻ. താങ്കൾ എന്നെ ഒന്ന് പേടിപ്പിക്കാവോ? പേടിപ്പിക്കണം.
എന്താ പേര്? ശാരിക. എവിടെ വീട്? ആലപ്പുഴ. വീട് മതിയാ? മതിയാ? ഇത്രയും കഴിവുണ്ടായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും സിനിമയിൽ ചാൻസ് തരാത്തതിന് ഞാൻ പ്രതിഷേധിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. കാരണം താങ്കൾ ഈ പറയുന്ന ഒരു ഗുണ്ടയിലേക്കോ അല്ലെങ്കിൽ ഒരു ടെററോ ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് സക്സസ് ആവും. പക്ഷേ താങ്കളുടെ പക്ഷേ ഈ എല്ലാവരും വെറൈറ്റി പിടിക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പോൾ ഡാൻസേഴ്സിന്റെ ലുക്ക് കണ്ടാലും സിംഗേഴ്സിന്റെ ലുക്ക് കണ്ടാലും വെറൈറ്റി ആയിട്ട് പിടിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ താങ്കൾ കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ ഒരു ബോധ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ താങ്കൾക്ക് അടുക്കും ചിട്ടയോടും കൂടി ഒരു സിനിമാ ഫീൽഡിലേക്ക് എൻട്രി താങ്കൾക്ക് കിട്ടിയേക്കാം. താങ്കൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാറുണ്ടോ? കഷ്ടപ്പെടുന്നുണ്ടോ അതിനു വേണ്ടിയിട്ട്? ഒരു സിനിമയിലേക്ക് ചാൻസ് കിട്ടാൻ നമുക്ക് ആരും വന്നൊന്നും കൊണ്ടു തരില്ല ഒരിക്കലും. ഞാൻ കുറെ പോയി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ആരുടെ അടുത്തും ചോദിക്കാറില്ല ഒരു ഓഡീഷനും പോകാറില്ല. കാരണം ഇറ്റ്സ് നോട്ട് ഫോർ മീ, ഇറ്റ്സ് ഫോർ ദ റിച്ച് പീപ്പിൾ, ഇറ്റ്സ് ഫോർ ദ ലക്കിയസ്റ്റ് പീപ്പിൾ. ഐ എം നോട്ട് ദ ലക്കിയർ വൺ. ഇറ്റ്സ് ഫോർ ദ ലക്കിയസ്റ്റ് പീപ്പിൾ, ഐ എം നോട്ട് ദ ലക്കിയസ്റ്റ് വൺ. ഇപ്പൊ അങ്ങും പോകാറില്ല. ഐ എം എ ലൂസർ. ഐ ഓൾറെഡി ലൂസ് വാട്ട് എവർ ഐ ലവ്. നൗ ഐ ജസ്റ്റ് ലുക്കിംഗ് ഫോർ മൈ പീസ് ഓൺലി. പക്ഷെ താങ്കൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ആ ഒരു നിരാശയിലാണ് പറയുന്നത് ഐ എം എ ലൂസർ. ഞാനെല്ലാം നഷ്ടപ്പെട്ടവനാണ്. ഞാൻ ഇഷ്ടപ്പെട്ടതെല്ലാം എന്റെ ജോലി. പക്ഷെ ഇഷ്ടപ്പെട്ടത് നേടിയെടുക്കുമ്പോഴാണ് നമ്മൾ വിന്നർ ആവുള്ളൂ. ഇനി എനിക്ക് വിന്നർ വേണ്ട, ലൂസർ വേണ്ട. ഐ ജസ്റ്റ് വാണ്ട് ടു ലിവ് ടിൽ മൈ ലാസ്റ്റ് ബ്രീത്ത്. എനിക്ക് ജീവിച്ചാൽ മാത്രം മതി എന്റെ ലാസ്റ്റ് ബ്രീത്ത് വരെ. നൗ ഐ എം ജസ്റ്റ് ലുക്കിംഗ് ഫോർ മൈ പീസ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? ആ തെറ്റുകൾ ഓർത്തിട്ട് കുറ്റബോധം ഉണ്ടോ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ആരും ദ്രോഹിച്ചിട്ടില്ല, ആരും വഴിതെറ്റിച്ചിട്ടില്ല. നല്ലതേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ സമൂഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ആണല്ലോ. അതെ, സോഷ്യൽ മീഡിയകളും നിങ്ങളുടെ കണ്ണിൽ ഞാൻ തെറ്റുകാരനും കൊള്ളാത്തവരാണ്. അത് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ ഉണ്ടാവില്ല ഇവിടെ, ഞാൻ പോയിട്ടുണ്ടാവും ഭൂമി വിട്ട്. അപ്പൊ എന്നോടൊന്നൊരു സോറി പറഞ്ഞേക്കണ്ട, ഞാൻ എന്തായിരിക്കും തന്നെയാന്ന് പറയും. ഇത് എടുത്തിട്ട് പോയിക്കോന്ന് പറയും. അതെ, ഈ സ്ഥലങ്ങൾ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? സ്ഥലങ്ങളല്ല, മനുഷ്യര് പറ്റില്ല. ഏതെങ്കിലും സ്ഥലത്തെ ഒരു സ്വപ്ന ലാൻഡായിട്ട് കണ്ടിട്ടുണ്ടോ? അവിടേക്ക് പോയാൽ എനിക്ക് ഞാനായിട്ട് ജീവിക്കാം, എന്നെ ആരും പറയാനില്ല, അല്ലെങ്കിൽ കിളിപോവനെന്ന് പറയാനില്ല, അല്ലെങ്കിൽ വട്ടാണെന്ന് പറയാം, അങ്ങനെ പറയാത്തൊരു സ്ഥലം താങ്കളുടെ കണ്ണിലോ ആഗ്രഹത്തിലോ ഉണ്ടോ? ഈ ഭൂമി മലയാളത്തിലുണ്ടോ? ഏതാണ് ആ സ്ഥലം? കാട്. എവിടെ? കാട്. കാട്. അപ്പം ഞാൻ പറഞ്ഞാൽ തെറ്റില്ല. താങ്കൾക്ക് ശരിക്കൊരു എന്താ പറയുക, ഒരു വന്യതയുണ്ട് താങ്കളുടെ മുഖത്ത്. ഞങ്ങൾ പറഞ്ഞതിനോട് ഇപ്പോൾ യോജിക്കുന്നുണ്ടോ? വൈൽഡാണ്. അപ്പം എന്തുകൊണ്ടാണ് പിന്നെ ഇവിടെ തന്നെ താമസിക്കുന്നത്? അപ്പോൾ കൊച്ചിയിൽ തന്നെ? എനിക്ക് മക്കളുണ്ട് വീട്ടിൽ 3 പേര്, പിന്നെ അമ്മയുണ്ട്. അത് ശരി. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കള് മൂത്താക്ക് 8 വയസ്സായി, സ്കൂളിലൊന്നും വിട്ടിട്ടില്ല. ഇളയാക്ക് 3 വയസ്സ്, പിന്നെ മൂന്നാമത്താക്ക് 2 വയസ്സ്. സ്കൂളിലൊന്നും വിടൂല, വീട്ടിൽ തന്നെ. അത് സ്കൂളിൽ വിടാത്ത? സ്കൂളിലൊക്കെ വിട്ട എങ്ങനെ വിടാനാണ്? സീനാണ്. സീനെന്ന് പറഞ്ഞാൽ കടിച്ചു കീറിക്കളെ പട്ടികളെ. അത് ശരി. ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ആളാണല്ലേ. ഞാൻ ഓർക്കുകയും ചെയ്തു, ഈ 3 മക്കളെയൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉഴപ്പി നടക്കുന്നതെന്ന്. ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തമാശ, കളിയാക്കൽ. അപ്പൊ നേരത്തെ പറഞ്ഞ അഹങ്കാരി, ഇപ്പൊ പറഞ്ഞ തമാശ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതാണ് മനുഷ്യൻ. സാഹചര്യത്തിനൊപ്പം മാറ്റി മാറ്റി വരും. ഇനി കുറച്ചാൾ കഴിയുമ്പോ കുറച്ചാൾ കഴിയുമ്പോ അമ്മ എന്താ ചെയ്യുന്നത്? മാർട്ടിന്റെ അമ്മ 2 പിള്ളേരെ നോക്കാൻ പോണ്ട്, പിന്നെ വീട്ടിലെ വർക്കൊക്കെ ചെയ്യും. മാർട്ടിന്റെ കാര്യങ്ങൾ മാർട്ടിൻ തന്നെയാണോ ചെയ്യുന്നത്? ഐ മീൻ പുറത്ത് ജോലിക്ക് പോവുക, മാർട്ടിന്റെ കാര്യങ്ങൾ അതല്ല ചോദിച്ചത്. സാധാരണ നമുക്ക് വൈഫ് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. താങ്കളെ സംബന്ധിച്ച് താങ്കളൊരു ഒറ്റയാനെ പോലെയാണ് നടക്കുന്നത്. ഒറ്റ കൊമ്പൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു വന്യജീവിയെ പോലെ ഒറ്റയായിട്ട് നടക്കുന്ന ഒരാൾ, ഒറ്റയടി പാതയിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അമ്മയ്ക്ക് താങ്കളുടെ ഈ ഒരു ലുക്കും ഈ ഒരു സ്വഭാവം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും? അമ്മ ഇങ്ങനെ തന്നെയാണ്. ക്രൊയേഷ്യയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു എവിടെയോ പറഞ്ഞു കേട്ടല്ലോ. No, I'm still waiting for her. She don't. താങ്കളുടെ നിലപാടുകൾ കാരണമാണോ പുള്ളിക്കാരത്തി വിട്ടിട്ട്? എന്തിനാണ് അതൊക്കെ ചോദിക്കണം? അതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഞാൻ വീണ്ടും ഡിപ്രഷനിലേക്ക് പോയുള്ളൂ. Because that memory is killing me, That memories give me lots of pain in my life, ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാണ് വിനായകനെ കഴിഞ്ഞാൽ? ഫഹദ്. നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഫഹദിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി, പടം?
അന്നേൻ റസൂൽ. അന്നേൻ റസൂൽ നല്ല പടം. അത് കൊച്ചിയാണല്ലോ മൊത്തം ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരു മനോഹരമായ പ്രണയകഥയാണ്. നിങ്ങളുടെ പ്രണയകഥ അങ്ങനെ തന്നെ ആയിരുന്നു? എന്നെ ടിടിയൊന്നും കൊണ്ടിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ I don't have future. You don't have future. I just have this moment. എനിക്ക് ഈ നിമിഷം മാത്രമല്ല, ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കണം. നാളെ എന്ത് നടക്കുമെന്ന് എന്തറിയാവോ എനിക്ക്. ഇപ്പൊ താൻ വെറുതെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് തനിക്കില്ല ഒരു ചിലപ്പോ നാളെ തനിക്ക് ഒരു 10 കോടി രൂപ ലോട്ടറി അടിക്കണത് എനിക്ക് ശാരികക്ക്. മനസ്സിലായ? ശാരിക ആ സന്തോഷത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു ഉണക്കത്തേങ്ങ ഒന്ന് തലയെ വീണ് ചത്തുപോയി. ആ 10 കോടി ഇവന്മാര് തലയെ വീണ് വീതിച്ചെടുക്കും. കണ്ട് ശാരികക്ക് ഒരു ഗോൾഡൻ ക്യാൻഡിലും കത്തിച്ചു നോക്കും. എന്തിനാണ് ഫ്യൂച്ചറിനെ കുറിച്ച് പോയി ചിന്തിച്ചിട്ട് നാളെ തെങ്ങിന്റെ അടിയിലൊന്നും പോയി നിക്കണ്ടട്ട. ഇനി കയ്യിലൊരു പാട്ട് കൂടെ പാടാവോ? ഒരു പാട്ടും കൂടിയാ? ഞാൻ എഴുതിയ പാട്ടൊക്കെ തന്നെ പാടുള്ളൂ. മതി മതി. ഈ പാട്ട് ഞാൻ എഴുതിയത് വല്ലാണ്ട് യൂറോപ്പിൽ വെച്ച് എഴുതിയാണ്. ഈ പാട്ട് വല്ലാണ്ട് ഡിപ്രസറായിട്ട് ഞാൻ കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പൊ ഈ പാട്ട് മനസ്സിലേക്ക് ഓടി വന്നതാണ്. ഞാനാടി നടന്നൊരു കാലത്ത് എൻ മനതിലെ വേദനയേറുന്നേ, എൻ കനവുകളെല്ലാം നീറുന്നേ, എൻ ആത്മാവും നീറുന്നേ, എൻ കണ്ണുകൾ രണ്ടും മൂടുന്നേ, എൻ കനവുകളെല്ലാം അണയുന്നേൻ. തത്തഗതഗതഗതിഗതഗതൈ തത്തഗതത്തത്തിത്തത്തൈ തത്തഗതഗതഗ തത്തഗതഗതഗ തത്തഗതഗതഗതിഗതഗതൈ തത്തഗതത്തത്തിത്തത്തൈ തത്തഗതഗതഗതിഗതഗതൈ. നീ തേടി നടന്ന കനവുകളെല്ലാം നിന്നെ തേടി വരും ഒരു നാളിൽ. ആ നാളിൽ നീ സ്വപ്നം കൊണ്ടൊരു കൊട്ടാരത്തിലെ രാജകുമാരൻ. നിൻ മനതിലെ മോഹമുദിക്കുകയോ, നിൻ മനതിലെ വേദന മരിക്കുകയോ, നിൻ മനതിലെ വേദനയെല്ലാമേ മരുവിച്ചു വരുന്നൊരു കാലമിനി. നിൻ മനതിലെ കനവുകളെല്ലാമേ നേടിടും കാലമിനി. എൻ ഭൂമി എന്നുടെ അമ്മേ, എന്നുടെ ദൈവമേ, എന്നുടെ ആശ്വാസമേ. അടിപൊളി, സൂപ്പർ. ഈ പേരിൽ ഒരു ഗുണ്ടയുണ്ടെന്ന് പറയുന്നത് കറക്റ്റ് ആണോ? മട്ടാഞ്ചേരി മാർട്ടിൻ അങ്ങനെ ഒരു ഗുണ്ടയുണ്ടോ? കണ്ടിട്ടുണ്ടോ? എന്താണ് ആ പുള്ളി മുഖാമുഖം കണ്ടപ്പോ എന്തായിരുന്നു പുള്ളിയുടെ പ്രതികരണം? കണ്ടിട്ടുണ്ടോ മുഖാമുഖം? എന്താണ് ചോദിച്ചോട് നീയാണോ മാർട്ടിൻ എന്ന് വെച്ചു. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, ഇക്കാക്ക നമ്മ ഒരു ബന്ധവും ഇല്ല. അതപ്പൊ എന്റെ ഏരിയയില് ബീച്ച് റോഡിലാണ്, എന്റെ അനിയന്മാരൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ സംസാരിക്കുമ്പോ മര്യാദ സംസാരിക്കും, താൻ കൈ വെച്ചാ ഞാൻ വെക്കുമെന്ന്. മനസ്സിലായ? ഒരാളെ ഇടിച്ചിടാനൊക്കെ പറ്റും. ഈ കഞ്ചാവ് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല പവർഫുൾ ആയിട്ട് പഞ്ചു കൊടുക്കാൻ പറ്റും. ഞാൻ കഞ്ചാവ് വലിച്ച് ഇങ്ങനെ പവർ ഇല്ലാണ്ട് നടക്കണമല്ലോ. ഈ കൂട്ടത്തിലെ ഏതെങ്കിലും ആൺചക്കനോട് എന്റെ ഒപ്പം ഒന്ന് പുഷപ്പ് അടിക്കാൻ പറയോ? പുഷപ്പ് അടിക്കും? അടിക്കോ? എന്നാ ഞാൻ അടിക്കുന്നതിന് 5 എണ്ണം കൂടുതൽ അടിച്ചാൽ മതി. ആണോ? നമുക്ക് ടെസ്റ്റ് നടത്തണോ? നടത്ത. താങ്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗുണ്ടാ മാർട്ടിൻ, ഒറിജിനൽ ഗുണ്ടാ മാർട്ടിനെ വരെ തല്ലിയ തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് താങ്കൾ പറയുന്നത് ഇവിടെയുള്ള ആരെങ്കിലും, ഈ നിൽക്കുന്ന ക്യാമറ ക്രൂസ് ആരെങ്കിലും താങ്കളെക്കാൾ 5 പുഷപ്പ് കൂടുതൽ അടിച്ചാൽ താങ്കൾ സമ്മതിക്കാന്ന്. അപ്പൊ നമുക്ക് ആ വെല്ലുവിളിക്ക് നമുക്ക് ഒരാളെ, താങ്കൾക്ക് ആരെ വേണം അതിനകത്ത്? അപ്പൊ ആദ്യം നമ്മളൊക്കെ മാർട്ടിനാണ് നമുക്ക് ഒരുമിച്ച് അടിക്കണ്ട, നീ അടി അടി. അല്ല, ചേട്ടന്റെ പവർ ആദ്യം അറിയണമെങ്കിൽ മാർട്ടിൻ വേണ്ട, നീ അടി ആദ്യം. വാ, നീ അടി. ചേട്ടൻ വെല്ലുവിളി ചെയ്യും. ചേട്ടൻ പറഞ്ഞോ വാ, നീ എനിക്ക് ഇത് മാറ്റാം. ഓക്കെ. $18, $19, $20, $21, $22, $23, $24, $25, $26, $27, $28, $29, $30, $31, $32, $33, $34, $35, $36, $37, $38, $39,
40. വാവ്. അടിപൊളി, പറയാതെ വയ്യ, ശക്തം തന്നെ, ഒരു രക്ഷയില്ല. അപ്പൊ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ഒരു പുഷപ്പ് ലൈവായിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. ചേട്ടാ പറഞ്ഞാൽ ഇതിന് ഇടയ്ക്ക് ലാസ്റ്റ് മൊമെന്റ് അതെനിക്കൊന്നൊരു 40 പുഷപ്പ് എടുത്തതിൽ ഒരു 35 ഒക്കെ വന്നപ്പോഴത്തേക്ക് മാർട്ടിൻ താർന്ന പോലെ വർക്കൗട്ട് ചെയ്തിട്ടേ ഭക്ഷണം കഴിക്കാൻ ഞാനത് തോറ്റു എന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ താങ്കൾ തിരിച്ച് അടിച്ചു. സനുവിനെക്കാളും നമ്മുടെ മാനേജറെക്കാളും കുറച്ചുകൂടെ കൂടുതൽ. ഞാൻ അടിക്കുമായിരുന്നു, കൂടുതലൊക്കെ അടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ഇത്തിരി ഡിപ്രഷനിലാണ്. ഇപ്പൊ കഞ്ചാവ് താങ്കളുടെ ആരോഗ്യത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ സിമ്പിൾ ആയിട്ട് ജനങ്ങളെ കാണിക്കുമായിരിക്കാം താങ്കൾ പറയുന്ന പോലെ. ഇനി നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോകാം. പറയാതെ വയ്യാന്നൊരു സെഗ്മെന്റ് ആണ്. കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, അതിന് ചേട്ടന്റെ ഒരു അഭിപ്രായം, ചേട്ടന്റെ നിലപാടുകൾ പറയുക. സിനിമാക്കാർ താങ്കൾ തിരസ്കരിച്ചിട്ടുണ്ടോ? ഞാനതൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ആരെങ്കിലും തിരസ്കരിച്ചിട്ടുണ്ടോ? അത് വെച്ചാൽ താങ്കളെ റിജക്ട് ചെയ്തിട്ടുണ്ടോ? റിജക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ? അതാണ് ഉദ്ദേശിച്ചത്. കഞ്ചാവ് വലിച്ചെടുക്കുന്നുണ്ട്. നല്ല അവസരങ്ങളൊക്കെ കയ്യെത്തും അടുത്ത് വന്നിട്ട് പോയിട്ടുണ്ടോ? കുറെ അവസരങ്ങളൊക്കെ വന്ന് ആ കാവഴിന് പോയി. മറ്റേ കലിപ്പെന്ന് പറഞ്ഞ ഓടവില്ലേ, സാജിദ് യാഹിയെ പിടിച്ചത്. ആ പടത്തില് മെയിൻ വില്ലൻ വേഷം ചെയ്യേണ്ടത് ഞാനായിരുന്നു, മറ്റേ ചോര എന്ന് പറഞ്ഞ. ഞാൻ അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വന്നത് തന്നെ. എനിക്ക് അവിടെ വിസ ഉണ്ടായിരുന്നത്. അപ്പൊ വൈഫ് എന്നോട് പറഞ്ഞു, നീ വേണേ ബന്ധമൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു, നീ വേണേ സ്പെയിനിലേക്ക് പോയിക്കോന്ന് പറഞ്ഞു, നിനക്ക് പറ്റിയ രാജ്യമാണെന്ന് പറഞ്ഞു. ഞാനപ്പോ അങ്ങാട് പോകാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് മുമ്പ് സാജിദ് യാഹിയൻ എന്നോട് പറഞ്ഞിരുന്നത്, നീയാണ് ആ പടത്തിൽ ചോര എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യേണ്ടിട്ടാന്ന് പറഞ്ഞു. ഞാനപ്പോ ആ സ്വപ്നവും കണ്ടിട്ട് ഞാൻ വന്നതാണ്. അപ്പോഴാണ് കേസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞാട് നിൽക്കണോളൂ, ഞാൻ നാട്ടിലുണ്ടേക്കാ, വിളിക്കണോട്ടേക്കാ എന്റെ സ്വപ്നോളൊന്ന് രാവ്. അപ്പോഴാണ് എനിക്ക് കഞ്ചാവിന്റെ കേസൊക്കെ വന്ന് സീനായി. രാവപ്പോ അങ്ങനെ എന്നെ ഒഴിവാക്കി കളഞ്ഞു. ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിലപ്പോ കഞ്ചാവിനോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. I love what I'm doing. പക്ഷെ താങ്കളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളല്ലേ ഒന്ന് പൊലിഞ്ഞു പോയത് ഇപ്പോ? പോട്ടെ. അങ്ങനെ ഒരു ചെടിയുടെ പേരും പറഞ്ഞ് അങ്ങനെ എന്നെ തള്ളിക്കളണെങ്കിൽ തള്ളിക്കളന്നോട്ടെ, എനിക്കൊരു ഇല്ല. ആൻസർ മനസ്സിലായ? പൊതുസ്ഥലങ്ങളിൽ പബ്ലിക് പ്ലേസിൽ അപമാനിതനായിട്ടുണ്ടോ? നാണം കെടുത്തിട്ടുണ്ടോ? പോലീസുകാരല്ല, പൊതുജനങ്ങൾക്കിടയിൽ നടു റോഡിൽ താങ്കളെ അപമാനിതനാക്കിയിട്ടുണ്ടോ? ജനങ്ങളുടെ ഇടയിലോ ആരെങ്കിലും ഒക്കെ ആയിട്ട് നാണം കെടുത്തിട്ടുണ്ടോ? എങ്ങനെ ഒരു സംഭവം പറയാവോ? അത് കുടിച്ചു ബോധമില്ലണ്ടൊക്കെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നെ കാണുമ്പോ എനിക്ക് താടി മുടിയൊക്കെ കാണുമ്പോ അവർക്ക് കാടി പിടിച്ച് കയറാൻ തോന്നുപോലെ വെറുതെ മെക്കിട്ട് കയറാൻ വരും. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഒരു കുന്നാണ് ഇങ്ങനെ നടക്കാണ്. അപ്പൊ നമുക്ക് കേറാൻ പറ്റണല്ല. അപ്പോൾ ഒരു മരത്തിൽ കുറെ വള്ളി തൂങ്ങി കിടക്കണ്ട, അതിൽ പിടിച്ചാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. താങ്കൾ ഇവരുടെയൊക്കെ വള്ളിയായിട്ടാണോ തോന്നുന്നത്? അല്ല, വള്ളികൾ എന്റെ നേരത്തെ തോന്നുന്നു. പോലീസുകാരെന്തിനാണ് താങ്കളെ അപമാനിച്ചത്? പറഞ്ഞല്ലോ, ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ. എന്നാ അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ വിളിച്ചത് സൗത്തില സെൻട്രല ഇത്. ഞാനപ്പോ ഒരു 10-20 സ്റ്റുഡൻസിനായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റുഡൻസ് വന്ന് എന്നെ വിളിച്ചിട്ടാണ്, ചേട്ടനോട് ഞാൻ കുറച്ച് സംസാരിക്കണമെന്ന്. സംസാരിച്ചിരിക്കുമ്പോ അസിസ്റ്റന്റ് കമ്മീഷണർ വന്നിരിക്കാനാണ് ആ കൂട്ടത്തിൽ. എന്നിട്ട് അയാള് ആ സാറ് അവരോട് പറഞ്ഞാല്, ഹി ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്രിമിനൽ ഓഫ് ഇൻ ദിസ് സൊസൈറ്റി. ഒരു ചെടി വലിച്ചേനാണ് കേട്ടോ. ഞാനപ്പാ ഞാൻ ചിന്തിച്ചേ, എന്തുകൊണ്ട് ഞാൻ യോഗ്യനാണ്, കാരണം 5 കൊലപാതകവും 5 റേപ്പ് എനിക്കുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് സാറ് പറഞ്ഞത് ഞാൻ യോഗ്യനാണ്? ഒരു ചെടി വലിച്ചേനാണ് സാറേ. താങ്കൾക്കൊരു മകനോ മകളോ ഉണ്ടായിരുന്നെങ്കിൽ അവരെയും കഞ്ചാവ് ഒലിപ്പിക്കുമായിരുന്നു? ഉറപ്പാണ്. അത് ഇല്ലാത്തത് കൊണ്ട് പറയുന്നതാണോ, അത് വെറുതെ ഒരു ഇതിനു വേണ്ടി? താങ്കളുടെ ഫാമിലി ആരെങ്കിലും വേറെ കഞ്ചാവ് വലിക്കുന്നുണ്ടോ? താങ്കൾ മാത്രമാണോ അത് വ്യത്യസ്തനായ മനുഷ്യൻ? മാത്രമേ ഉള്ളൂ. അമ്മ എന്താ ഇതിനെ കുറിച്ച് പറയുന്നത്? അമ്മ പറഞ്ഞത് ഇങ്ങനെ, മോനെ കഞ്ചാവ് വലി നിർത്തടാ, അത് ചെറുത്താൻ്റെ ആണെന്ന്, ചെറുത്താൻ്റെ മാർഗമാണ്, അത് ചെറുത്താൻ കൊണ്ടുവന്നാണെന്ന്. അപ്പൊ അമ്മനോട് ചോദിച്ചേ, അമ്മ അങ്ങ് ഞാൻ ചോദിച്ചോട്ടെ അമ്മക്ക് ആരെ വിശ്വാസം എന്ന് ചോദിച്ചു. അപ്പൊ യേശുവിനെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആ തെങ്ങ് ആര് നട്ടാണെന്ന് ചോദിച്ചു. യേശു. ആ മുല്ല ആര് നട്ടാണെന്ന് ചോദിച്ചു. യേശു. എല്ലാം യേശു. അപ്പൊ ഞാൻ ചോദിച്ചേ, അപ്പൊ കഞ്ചാവ് മാത്രം ഇവിടെ നിന്ന് ചെറുത്താൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചു. അമ്മ പിന്നൊന്നും പറഞ്ഞു കാണത്തില്ല. അമ്മ ഒന്നും പറഞ്ഞില്ല ഇതുവരെ. പിന്നൊന്നും പറഞ്ഞു കാണത്തില്ല. പൊളിയടാ അത് പറഞ്ഞത്.